ശരി, ശ്രീ കെ എം ഷാജഹാൻ, ഇവിടെ തിരുത്തലുകൾ ഉണ്ടാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് ഒരു പാഠമാണ്, തിരിച്ചടിയാണ് എന്ന് AICC ജനറൽ സെക്രട്ടറിയും ഹൈക്കമാൻഡ് പ്രതിനിധിയുമായ താരിഖ് അൻവർ സമ്മതിക്കുന്നു. തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് പറയുന്നു. തിരുത്തലുകളിലൂടെ കോൺഗ്രസ് തിരിച്ചുവരും എന്നുള്ള ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നു. എന്ത് തരത്തിലുള്ള തിരുത്തലുകൾ വേണം പാർട്ടിയിൽ ഈ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്ന നേട്ടമുണ്ടാക്കാൻ? രഞ്ജിത്തെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി വന്നിരുന്ന എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേട്ടു. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു പൗരൻ എന്നുള്ള നിലയിലും എന്നെ പോലുള്ളവർക്ക് ഞങ്ങളുടെ ജീവനിൽ കുറച്ച് കൊതിയുണ്ട്. അതായത് അടുത്ത 5 വർഷവും കൂടി പിണറായി വിജയൻ ഇവിടെ ഭരിച്ചാൽ ഞങ്ങളിൽ പലരും ഈ ലോകത്ത് തന്നെ ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചപ്പോൾ ഒരു കാരണവുമില്ലാതെ 10 ദിവസം ജയിലിലിട്ടതാണ് എന്നെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അനീതിക്കെതിരെ പോരാടുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ അതിജീവനത്തിൻ്റെതാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളുടെ റൈറ്റ് ടു ലൈഫാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളുടെ ആർട്ടിക്കിൾ 21 ഇവിടുത്തെ പ്രശ്നം. ആ പ്രശ്നം പറയുമ്പോൾ ഈ പന്തളം സുധാകരനെ പോലുള്ള നേതാക്കന്മാർ വന്നിരുന്ന് എന്തുവാണ് അവർ കിടന്ന് പുലമ്പുന്നത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? 46% LDFനുണ്ട്, തൊട്ടു പുറകിൽ 36%. ഇതെന്തുവാണിത്? 46%ന്റെ 10% സുഹൃത്തെ 36. അല്ലാതെ തൊട്ടുപുറകിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിങ്ങൾ വന്നിട്ട് പറയും ഞങ്ങൾക്ക് 47 സീറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ 55 സീറ്റിലേക്ക് മുന്നേറി. അതുകൊണ്ട് ഈ നാണംകെട്ട ഗ്രൂപ്പ് പണിയുണ്ടല്ലോ, ഈ നാണംകെട്ട ഗ്രൂപ്പ് പ്രവർത്തനം, ഈ നാണംകെട്ട I ഗ്രൂപ്പും A ഗ്രൂപ്പും KC വേണുഗോപാൽ ഗ്രൂപ്പും മറ്റവന്റെ പെട്ടി തൂക്കിയ ഗ്രൂപ്പും ഇവന്റെ പെട്ടി താങ്ങിയ ഗ്രൂപ്പും ഈ പണി നിങ്ങളെന്ന് ഇനിയെങ്കിലും അവസാനിപ്പിച്ചു വെക്കുക. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഏറ്റവും നാണംകെട്ട ഒരു ഗവൺമെന്റ് അല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ശ്രീ പന്തളം സുധാകരൻ? എന്റെ സുഹൃത്താ, ഞാൻ ചോദിക്കുകയാണ്, എന്ത് ചുക്കാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്? നിങ്ങൾ ഈ ഏറ്റവും നാണം കെട്ടി നിൽക്കുന്ന ഈ CPMന്റെ ഒരു രോമത്തിൽ തൊടാൻ ശ്രീ പന്തളം സുധാകരൻ നിങ്ങളുടെ കോൺഗ്രസുകാർക്ക് കഴിഞ്ഞോ? എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും 46ന്റെയും 36ന്റെയും കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, വളരെ സുഖസുന്ദരമായി പിണറായി വിജയൻ 5 വർഷം കൂടി ഇവിടെ ഭരിക്കും. പിണറായി വിജയന്റെ ഏകാധിപത്യം ഇവിടെ നടക്കും. അപ്പോഴും നിങ്ങൾ ചാനലിൽ വന്നിരുന്ന് ഞങ്ങൾ തൊട്ട് പുറകിലുണ്ട് എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കേരളത്തിലെ CPMനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഈ പന്തളം സുധാകരനെ പോലുള്ള നേതാക്കന്മാർക്ക് ഞാൻ പന്തളം സുധാകരനുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങൾക്ക് CPMനെ അറിയില്ല സുഹൃത്തെ. എന്ത് ജനങ്ങൾ ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു CPM ആണ് ഇപ്പൊ കേരളത്തിലുള്ളത്. ഏത് മതങ്ങളുടെ മുമ്പിൽ പോലും കാലിത്തിരുമാൻ മടിയില്ലാത്ത, SDPയുടെ മുമ്പിൽ കാലിതിരുമാൻ മടിയില്ലാത്ത, CPMുമായി പിന്നെ BJPയുമായി പോലും ഒത്തുപോകാൻ മടിയില്ലാത്ത ഒരു CPMന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കിറ്റ് കൊടുത്ത് ആളുകളെ ജയിപ്പിക്കാൻ നടക്കുന്ന CPM, സ്വാധീനം കൊടുത്ത് ജയിപ്പിക്കാൻ നടക്കുന്ന CPM, ജോലി കൊടുക്കാൻ നടക്കാൻ ശ്രമിക്കുന്ന CPM, പണം വേണമെങ്കിൽ പണം കൊടുക്കാൻ ശ്രമിക്കുന്ന CPM. അങ്ങനത്തെ ഒരു രണ്ടും കെട്ട CPMന്റെ മുന്നിൽ നിന്നുകൊണ്ട് നാണം കെട്ട ഗ്രൂപ്പ് കളി കളിക്കുകയാണ് നിങ്ങൾ. ഇവിടെ തോറ്റത് ഏറ്റവും നാണം കെട്ട ഗ്രൂപ്പ് കളി കൊണ്ടാണ്. എന്റെ വാർഡിന്റെ അപ്പുറത്തെ വാർഡിൽ ഉൾപ്പെടെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൊണ്ടുവന്ന് ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾക്കിപ്പം മാറി വരുന്ന CPMനെ നിങ്ങൾക്കറിയില്ല. അവർ മൈക്രോ മാനേജ്മെന്റ് നടത്തുകയാണ് ഇവിടെ. 25 പേർക്ക് ഒരാളെ വെക്കുകയാണ് അവര്. അതിൽ 5 UDF-കാരുണ്ട്. അവരെ എന്തു കൊടുത്തും മാറ്റാം എന്നാണ് CPM ചോദിക്കുന്നത്. പണമെങ്കിൽ പണം, സ്വാധീനമെങ്കിൽ സ്വാധീനം, മതമെങ്കിൽ മതം, അത് കൊടുത്ത് മാറ്റാൻ ശ്രമിക്കുന്ന CPMനെ മനസ്സിലാക്കാത്ത നിർഭാഗ്യവശാൽ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാർ ഇനിയും ഈ പറഞ്ഞ പോലെ മിസ്സിംഗ് ദ വുഡ് ഫോർ ദ ട്രീസ് എന്ന് പറഞ്ഞ പോലെ സംഭവങ്ങൾ കാണാൻ ഇനിയെങ്കിലും തയ്യാറാവണം സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് നാളെയും ഇതുപോലെ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കാം. ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ജീവനാണ് ഇവിടുത്തെ പ്രശ്നം, ജീവിക്കാനുള്ള അവകാശമാണ് ഞങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് ഇനിയെങ്കിലും മാനം മര്യാദയ്ക്ക് CPMനെ നെഞ്ചുപിരിച്ച് എതിർക്കാനുള്ള ആർജവം കാണിക്കും നിങ്ങൾ. അത് കാണിക്കുന്നതിന് പകരം ഇവിടെ വന്നിരുന്ന് 46ന് പുറകിലത്തെ കാര്യം, പുറകൊന്നും കൊണ്ട് ജയിക്കില്ല സുഹൃത്തെ. 46ന്റെ പുറകിൽ 45 ആണെങ്കിലും തോറ്റതാണ്. 46ന് മുകളിൽ ജയിക്കണം, 47 വരണം. അത് നടത്താനുള്ള പണി നിങ്ങൾ നോക്കൂ. അതിന് പകരം ഇവിടെ വന്ന് നിന്ന് ഇതുപോലെ കരഞ്ഞു കൊണ്ട് നിന്നാലുണ്ടല്ലോ, പഴയ CPM അല്ല ഇവിടുത്തെ. പിണറായിയുടെ CPM നിങ്ങൾ പഠിച്ചിട്ടില്ല. അത് പഠിച്ചവരാണ് ഞങ്ങൾ. പിണറായിയുടെ ചൂടെറിഞ്ഞവനാണ് ഞാൻ.
എന്നെ 3 വർഷം മുമ്പ് ജയിലിലിട്ടിട്ട് ഒരു കുറ്റപത്രം പോലും പിണറായി കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ നിങ്ങൾ നടത്തിയ സമരം കൊണ്ട്? 4.5 വർഷക്കാലം എന്ത് സമരം നടത്തി നിങ്ങൾ LDF-നെതിരെ? പന്തള സുധാകരൻ എത്ര മുദ്രാവാക്യം വിളിച്ചു റോഡിൽ ഇറങ്ങി നിന്നുകൊണ്ട്? അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവനാണ് പ്രശ്നം, ഞങ്ങളുടെ അതിജീവനമാണ് പ്രശ്നം. അതുകൊണ്ട് CPM-നെ എതിർക്കാനുള്ള ചങ്കറപ്പും ആർജവും കാണിക്കാൻ വേണ്ടി തയ്യാറായിട്ട് റോഡിലേക്ക് ഇറങ്ങി നിൽക്കൂ. അല്ലാതെ 46-ന് പുറകിലുള്ള 36 പറഞ്ഞുകൊണ്ട് വന്നാലുണ്ടല്ലോ. ഞങ്ങൾക്കൊക്കെ കുടുംബമുണ്ട്, ഭാര്യയും മക്കളുമുണ്ട്. ശ്രീ പന്തള സുധാകരൻ, ഇവിടെ ഈ ലീഗ് ഇന്ന് ലീഗിന്റെ നേതാക്കൾ, ഹൈക്കമാൻഡിന്റെ ലീഗ് നേതാക്കൾ കോൺഗ്രസിലെ ഗ്രൂപ്പിസമാണ് ഈ വിഷയത്തിൽ